നമസ്കാരം. ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം. നാളെ മുതൽ നടത്താൻ തീരുമാനിച്ചിരുന്ന സ്വകാര്യ ബസ് സമരം പിൻവലിച്ചു. കൊറോണ ഭീഷണിയുടെയും SSLC പരീക്ഷയുടെയും സാഹചര്യത്തിൽ മന്ത്രിയുടെ അഭ്യർത്ഥനയെ തുടർന്നാണ് തീരുമാനമെന്ന് ഉടമകൾ അറിയിച്ചു. ആവശ്യങ്ങൾ പരിഗണിക്കാത്ത പക്ഷം വീണ്ടും സമരവുമായി മുന്നോട്ടു പോകുമെന്നും ബസ് ഉടമകൾ വ്യക്തമാക്കി. കോവിഡ്-19 മുൻകരുതൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ കർശനമാക്കാൻ സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്താകെ പൊതുപരിപാടികൾ നിർത്തിവയ്ക്കാൻ മന്ത്രിസഭായോഗം തീരുമാനമെടുത്തു. 7ാം ക്ലാസ് വരെ അധ്യയനമോ പരീക്ഷയോ ഈ മാസം നടക്കില്ല. CBSE, ICSE സ്കൂളുകൾക്കും ഇത് ബാധകമാണ്. അതിനിടെ സംസ്ഥാനത്ത് കൊറോണ വൈറസ് ബാധിച്ചവരുടെ എണ്ണം 12ആയി. മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ തിങ്കളാഴ്ച രാത്രിയോടെ കൊറോണ എന്ന് സംശയിക്കുന്ന 5 പേരെ കൂടി പ്രത്യേക വാർഡിൽ പ്രവേശിപ്പിച്ചു. ഇതോടെ 8 പേർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുണ്ട്. ഇവരിൽ നിന്നെടുത്ത രക്തസാമ്പിളുകളും മറ്റും ആലപ്പുഴയിലെ വൈറോളജി ലാബിലേക്ക് പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ടെന്ന് മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ K. സുദീപ് അറിയിച്ചു. സംസ്ഥാനത്ത് കോവിഡ്-19 ബാധ 12 പേർക്ക് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ നിയന്ത്രണങ്ങളുമായി മോട്ടോർ വാഹന വകുപ്പ്. ലേണേഴ്സ് ടെസ്റ്റ്, ഡ്രൈവിംഗ് ടെസ്റ്റ്, എൻഫോഴ്സ്മെന്റ് നടപടികൾ തുടങ്ങിയ കാര്യങ്ങൾക്കാണ് നിയന്ത്രണം. യാത്രക്കാരും ബസ് ജീവനക്കാരും മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും ഗതാഗത കമ്മീഷണർ അറിയിച്ചു. കനത്ത സുരക്ഷയിൽ SSLC ഹയർ സെക്കൻഡറി പരീക്ഷകൾക്ക് തുടക്കം. കോവിഡ്-19 പശ്ചാത്തലത്തിൽ അതീവ ജാഗ്രതയാണ് പരീക്ഷാ കേന്ദ്രങ്ങളിൽ പുലർത്തിയത്. ചോദ്യപേപ്പർ പോലീസ് അകമ്പടിയിലാണ് പരീക്ഷാ കേന്ദ്രങ്ങളിൽ എത്തിച്ചത്. SSLCയുടെ ആദ്യ പരീക്ഷയായ മലയാളം പൊതുവെ എളുപ്പമായിരുന്നുവെന്ന് വിദ്യാർത്ഥികളും അധ്യാപകരും പറഞ്ഞു. തൊഴിലാളി സമരത്തെ തുടർന്ന് കണ്ണൂർ ജില്ലയിൽ പെട്രോൾ പമ്പുകളുടെ പ്രവർത്തനം സ്തംഭിച്ചു. പാചകവാത വിതരണവും നിലച്ചു. വേതന വർധന ആവശ്യപ്പെട്ടാണ് സമരം ഒത്തുതീർപ്പിക്കുന്നതിനെക്കുറിച്ച് ഇതുവരെ ഉടമകൾ ചർച്ചയ്ക്ക് തയ്യാറായിട്ടില്ലെന്ന് സംയുക്ത സമരസമിതി നേതാക്കൾ പറഞ്ഞു. രാജ്യത്ത് ഇന്ധനവില കുറഞ്ഞു. പെട്രോളിന് 30 പൈസയും ഡീസലിന് 26 പൈസയുമാണ് കുറഞ്ഞത്. രാജ്യാന്തര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില താഴ്ന്നതാണ് ആഭ്യന്തര വിപണിയിലും പ്രതിഫലിക്കുന്നത്. ഈ വർഷം ഇതുവരെ പെട്രോളിന് 4.8 രൂപ കുറഞ്ഞിട്ടുണ്ട്. സ്വർണ്ണവിലയിൽ ഇന്ന് കുറവ് രേഖപ്പെടുത്തി. പവന് 200 രൂപയാണ് കുറഞ്ഞത്. ഇതോടെ സ്വർണ്ണം പവന് 32,120 രൂപയായി. ഗ്രാമിന് 25 രൂപ കുറഞ്ഞ് 4,015 രൂപയിലാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. ആഭ്യന്തര വിപണിയിൽ 3 ദിവസത്തിന് ശേഷമാണ് പവന്റെ വിലയിൽ മാറ്റമുണ്ടാകുന്നത്. മാർച്ച് 6-ന് 32,320 എന്ന റെക്കോർഡ് നിരക്കിൽ സ്വർണ്ണവില എത്തിയിരുന്നു. കോഴിക്കോട് ജില്ലയിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചതോടെ കണ്ണൂർ ജില്ലയിലെ കോഴി വിപണി കൂപ്പുകുത്തി. ചില്ലറ മൊത്ത വിപണിയിൽ വില തകർച്ചയാണ്. ഇതോടെ കോഴി കർഷകരും വ്യാപാരികളും പ്രതിസന്ധിയിലാണ്. ചുട്ടുപൊള്ളുന്ന വേനലിൽ ട്രാഫിക് നിയന്ത്രിക്കുന്ന പോലീസുകാർക്ക് കുടിവെള്ളവുമായി പോലീസ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റി. ട്രാഫിക് പോയിന്റുകളിൽ ഫ്ലാസ്കിലാണ് വെള്ളം നൽകുക. കുടിവെള്ള വിതരണത്തിന് ഉദ്ഘാടനം ജില്ലാ പോലീസ് മേധാവി യതീഷ് ചന്ദ്ര നിർവഹിച്ചു. തലശ്ശേരിക്കടുത്ത് എരഞ്ഞോളിയിൽ ലോട്ടറി വിൽപ്പനക്കാരനെ കള്ളനോട്ട് നൽകി കബളിപ്പിച്ചതായി പരാതി. ചുങ്കത്തെ മൂർക്കോത്ത് ഹൗസിൽ ജയരാജനാണ് തട്ടിപ്പിനിരയായത്. ചൊവ്വാഴ്ച ഉച്ചയോടെയായിരുന്നു സംഭവം. ബൈക്കിലെത്തിയ യുവാവ് 2000 രൂപയുടെ കള്ളനോട്ട് നൽകിയിരുന്നു തട്ടിപ്പ് നടത്തിയത്. ജയരാജൻ തലശ്ശേരി പോലീസിൽ പരാതി നൽകി. കൂത്തുപറമ്പിനടുത്ത മാങ്ങാട്ടിടം മേഖലയിൽ പേപ്പട്ടി ശല്യം രൂക്ഷം. കരിയിൽ വട്ടിപ്രം ഭാഗത്ത് 4 പേർക്ക് പേപ്പട്ടിയുടെ കടിയേറ്റു. വട്ടിപ്രം സോപാനത്തിൽ A. സായുജ്, കരിയിൽ കള്ളുഷാപ്പിന് സമീപത്തെ വിമേഷ് ഭവനിൽ റിൻഷ, മാങ്ങാട്ടിടം പഞ്ചായത്ത് ഓഫീസിന് സമീപത്തെ
മനപ്പിലായി രോഹിണി, മിരുവമ്പായി കൂർമ്മ ഭഗവതി ക്ഷേത്രത്തിന് സമീപത്തെ പി പത്മിനി എന്നിവർക്കാണ് പേപ്പട്ടിയുടെ കടിയേറ്റത്. പേപ്പട്ടി ശല്യം രൂക്ഷമായതോടെ ഭീതിയിലായിരിക്കുകയാണ് പ്രദേശവാസികൾ. പേപ്പട്ടി ശല്യത്തിനെതിരെ അധികൃതരുടെ ഭാഗത്തു നിന്നും ശക്തമായ നടപടി ഉണ്ടാവണമെന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട്. കാർഷിക മേഖലയ്ക്കും ദാരിദ്ര്യ ലഘൂകരണത്തിനും ദുരന്ത നിവാരണത്തിനും മുൻതൂക്കം നൽകി തലശ്ശേരി നഗരസഭ ബജറ്റ്. വൈസ് ചെയർപേഴ്സൺ നജ്മ ഹാഷിമാണ് ബജറ്റ് അവതരിപ്പിച്ചത്. കാർഷിക മേഖലയ്ക്ക് 34 ലക്ഷം രൂപയും മൃഗസംരക്ഷണത്തിനായി 33 ലക്ഷം രൂപയും ദാരിദ്ര്യ ലഘൂകരണത്തിന് 22 ലക്ഷത്തിലധികം രൂപയും ദുരന്ത നിവാരണത്തിന് 9 ലക്ഷം രൂപയും വകയിരുത്തി. വാർഡുകളിലെ റോഡുകളുടെ വികസനത്തിനും ആരോഗ്യ മേഖലയ്ക്കും തുക അനുവദിച്ചിട്ടുണ്ട്. നഗരസഭാ ചെയർപേഴ്സൺ CK രമേശൻ അധ്യക്ഷത വഹിച്ചു. പയ്യാവൂർ ചന്ദനക്കാമ്പാറയിൽ പരിക്കേറ്റ കാട്ടാന ജനവാസ മേഖലയിൽ. കാലിന് പരിക്കേറ്റ ആനയാണ് ജനവാസ മേഖലയിൽ നിന്ന് രക്ഷപ്പെടാനാവാതെ നിലയുറപ്പിച്ചത്. ആനക്കൂട്ടം സമീപത്തുള്ളത് നാട്ടുകാർക്കും ഭീഷണിയാവുകയാണ്. മാഹി പള്ളൂർ മേഖലയിൽ പോലീസ് പരിശോധന നടത്തി. കഴിഞ്ഞ ദിവസം പൈപ്പ് ബോംബ് കണ്ടെടുത്ത പശ്ചാത്തലത്തിലായിരുന്നു റെയ്ഡ്. ബോംബ് സ്ക്വാഡിന്റെ സഹായത്തോടെയായിരുന്നു റെയ്ഡ്. പരിശോധനയിൽ നിന്നും ഒന്നും കണ്ടെടുക്കാനായില്ല. കഴിഞ്ഞ ദിവസം മേഖലയിൽ നിന്നും ബോംബ് കണ്ടെത്തിയ പശ്ചാത്തലത്തിൽ റെയ്ഡ് നടത്തിയത്. പിടികൂടിയ ബോംബുകൾ അടുത്ത കാലത്ത് നിർമ്മിച്ചതാണെന്നും പോലീസ് വ്യക്തമാക്കി. വരും ദിവസങ്ങളിലും പരിശോധന തുടരാനാണ് ഇവരുടെ തീരുമാനം. മട്ടന്നൂർ മാലൂർ കാഞ്ഞിലേരിയിൽ നിർമ്മിച്ച അംഗനവാടി കെട്ടിടം മന്ത്രി പി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. മാലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പി അശോകൻ അധ്യക്ഷത വഹിച്ചു. എ ജയരാജൻ, പേരാവൂർ ബ്ലോക്ക് അസിസ്റ്റന്റ് എഞ്ചിനീയർ സുരേഷ്, എം ശാന്ത, കുറുമാണി മനോജ്, കെ സുധേഷ്, ICDC സൂപ്പർവൈസർ ബിന്ദു, എം ചന്തുകുട്ടി, KT ഗംഗാധരൻ തുടങ്ങിയവർ സംസാരിച്ചു. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 15 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കാഞ്ഞിലേരി വായനശാലയ്ക്ക് സമീപം അംഗൻവാടി പൂർത്തീകരിച്ചത്. ഏഴോം ഗ്രാമപഞ്ചായത്ത് ഭരണഘടനാ സംരക്ഷണ സമിതി രൂപീകരണം TV രാജേഷ് MLA ഉദ്ഘാടനം ചെയ്തു. ഭാരതത്തിന്റെ മതേതരത്വം ഉറപ്പുവരുത്താനും ഇന്ത്യൻ ഭരണഘടനയെ സംരക്ഷിക്കുന്നതിനും നാം ഓരോരുത്തരും മുന്നോട്ട് വരണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഏഴോം പഞ്ചായത്ത് പ്രസിഡന്റ് D വിമല അധ്യക്ഷത വഹിച്ചു. OV നാരായണൻ, CO പ്രഭാകരൻ, K ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ എടക്കാട് ബ്ലോക്ക് 20ാം വാർഷിക സമ്മേളനം മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A പങ്കജാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. KSSPU എടക്കാട് ബ്ലോക്ക് പ്രസിഡന്റ് KV ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ കൈയെഴുത്ത് മാസിക അവാർഡ് വിതരണം PK ഗംഗാധരൻ നമ്പ്യാർ നിർവഹിച്ചു. K ബാലൻ, KV കുഞ്ഞിരാമൻ, NB പ്രേമരാജൻ, T ശിവദാസൻ തുടങ്ങിയവർ സംസാരിച്ചു. പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്നും ഇറങ്ങിയോടി വാഹനമിടിച്ച് പരിക്കേറ്റ ഒറീസ സ്വദേശി മരിച്ചു. ജാജ്പൂരിലെ പീതാംബര ഘനശ്യാം ബെഹ്റ ആണ് മരിച്ചത്. ഞായറാഴ്ച വൈകുന്നേരം അഹില്യം പാലത്തിന് സമീപം റോഡിൽ അക്രമാസക്തനായി കാണപ്പെട്ട ഇയാളെ പോലീസ് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ആശുപത്രിയിൽ നിന്നും ഇറങ്ങി ഓടിയ പീതാംബരനെ പോലീസ് തിരച്ചിൽ നടത്തി കണ്ടെത്തുകയും ഇയാളെ സുഹൃത്തിന്റെ വീട്ടിലേക്ക് പറഞ്ഞയക്കുകയുമായിരുന്നു. എന്നാൽ തിങ്കളാഴ്ച പുലർച്ചെ എംബേറ്റ് എംബസി ഗോഡൌണിന് സമീപം റോഡിൽ അജ്ഞാത വാഹനമിടിച്ച് പരിക്കേറ്റ നിലയിൽ നാട്ടുകാർ കണ്ടെത്തുകയായിരുന്നു. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സഹോദരി ഭർത്താവ് വിഷ്ണു ചരണിന്റെ നേതൃത്വത്തിൽ നാട്ടിലേക്ക് കൊണ്ടുപോയി. ഇരിട്ടി നന്മ പബ്ലിക് ലൈബ്രറി, ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഇരിട്ടി യൂണിറ്റ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ വനിതാ കൂട്ടായ്മയും തൊഴിൽ നൈപുണ്യ പരിശീലനവും വ്യാപാര ഭവനിൽ സംഘടിപ്പിച്ചു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ K സരസ്വതി ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ കൗൺസിലർ PP പ്രേമവല്ലി അധ്യക്ഷയായി. സോപ്പ് നിർമ്മാണ പരിശീലനത്തിന് ഇരിട്ടി ഹയർ സെക്കൻഡറി സ്കൂൾ പ്രവൃത്തി പരിചയാധ്യാപിക P രാജന് നേതൃത്വം നൽകി. സോപ്പിന്റെ ശാസ്ത്രവും രാഷ്ട്രീയവും എന്ന വിഷയത്തിൽ നന്മ പബ്ലിക് ലൈബ്രറി പ്രസിഡന്റ് K സുരേശൻ ക്ലാസ് എടുത്തു. സുമ സുധാകർ, VP സതീശൻ, ഹരീന്ദ്രൻ പുതുശ്ശേരി, K മനോജ് തുടങ്ങിയവർ സംസാരിച്ചു. തളിപ്പറമ്പ് നഗരസഭാ വികസന സെമിനാർ ചെയർമാൻ മഹമ്മൂദ് അള്ളാംകുളം ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർപേഴ്സൺ വത്സല പ്രഭാകരൻ അധ്യക്ഷയായി. P മുഹമ്മദ് ഇഖ്ബാൽ കരട് പദ്ധതി രേഖ അവതരിപ്പിച്ചു. രജനി രമാനന്ദ്, KP ഹസീന, P മുഹമ്മദ് ഇഖ്ബാൽ, K വത്സരാജ് എന്നിവർ സംസാരിച്ചു.
മിനിമം വേതനം അനുവദിക്കുക, ESI, PF തുടങ്ങിയ സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ നടപ്പിലാക്കുക, അർഹമായ ലീവ് ആനുകൂല്യം നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഫ്യൂവൽ എംപ്ലോയീസ് യൂണിയൻ CITU നേതൃത്വത്തിൽ നടത്തുന്ന പണിമുടക്കിന്റെ ഭാഗമായി പയ്യന്നൂർ ഏരിയ കമ്മിറ്റി നേതൃത്വത്തിൽ പയ്യന്നൂരിൽ പ്രകടനം നടത്തി. KSRTC ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി KSRTC പരിസരത്ത് തന്നെ സമാപിച്ചു. KV ബാലകൃഷ്ണൻ, KV രാമചന്ദ്രൻ, T രാഘവൻ, VP രാമചന്ദ്രൻ തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. മട്ടന്നൂർ ബസ് സ്റ്റാൻഡിൽ പുതുതായി നിർമ്മിച്ച ആധുനിക ബസ് വെയിറ്റിംഗ് ഷെൽട്ടർ തുറന്നു. മന്ത്രി EP ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. മട്ടന്നൂർ ബസ് സ്റ്റാൻഡിലാണ് EP ജയരാജന്റെ വികസന ഫണ്ടായ 30 ലക്ഷം രൂപ ചെലവിട്ട ഷെൽട്ടർ നിർമ്മിച്ചത്. 6 ബസ്സുകൾ കയറ്റിയിടാനും മുകളിലും താഴെയും യാത്രക്കാർക്ക് ഇരിക്കാൻ കഴിയാവുന്ന ഷെൽട്ടറാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിനു പുറമെ മുലയൂട്ടാനുള്ള സൗകര്യവും കഫ്റ്റേരിയയും ഷെൽട്ടറിൽ ഒരുക്കിയിട്ടുണ്ട്. നഗരസഭാ ചെയർപേഴ്സൺ അനിത വേണു അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർമാൻ P പുരുഷോത്തമൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ VP ഇസ്മായിൽ, AK സുരേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. മീത്തലെ പുന്നാട് UP സ്കൂളിൽ പഠനോത്സവം സംഘടിപ്പിച്ചു. ഇരിട്ടി നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PP ഉസ്മാൻ ഉദ്ഘാടനം ചെയ്തു. P അർച്ചന അധ്യക്ഷത വഹിച്ചു. വാർഡ് കൗൺസിലർ PM രവീന്ദ്രൻ, VM ദേവനന്ദ, V ദേവനന്ദ, PTA വൈസ് പ്രസിഡന്റ് PV കൃഷ്ണകുമാർ, മദർ PTA വൈസ് പ്രസിഡന്റ് G ചിന്താമണി, ദേവാഞ്ജന, മുഖ്യാധ്യാപിക CK അനിത തുടങ്ങിയവർ സംസാരിച്ചു. പയ്യന്നൂർ റോട്ടറി ക്ലബ്ബിൽ റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ അരുൾ ജ്യോതി കാർത്തികേയൻ മാർച്ച് 11 ഔദ്യോഗിക സന്ദർശനം നടത്തുമെന്ന് ക്ലബ്ബ് ഭാരവാഹികൾ അറിയിച്ചു. നിരവധി ജീവകാരുണ്യ പ്രവർത്തനം നടത്തിയ റോട്ടറിയുടെ പുതിയ പദ്ധതി ഹോപ്പ് ആഫ്റ്റർ ഫെയർ എന്ന പേരിലുള്ള തീപ്പൊള്ളലേറ്റവർക്കുള്ള സൗജന്യ ചികിത്സയുടെയും സ്ക്രീനിംഗ് ക്യാമ്പിൻ്റെയും ലോഗോ പ്രകാശനവും മറ്റ് 4ഓളം പദ്ധതികളുടെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിക്കും. വാർത്താ സമ്മേളനത്തിൽ V നരേന്ദ്ര ഷെണായി, P സജിത്ത്, CT നാരായണൻ, അഡ്വക്കേറ്റ് സുകുമാരൻ നമ്പ്യാർ തുടങ്ങിയവർ പങ്കെടുത്തു. തലശ്ശേരിക്കടുത്ത് കൊളശ്ശേരി കൂളി ബസാറിൽ വിവിധ റോഡുകളുടെ പ്രവൃത്തി ഉദ്ഘാടനം മന്ത്രി G സുധാകരൻ നിർവഹിച്ചു. N ഷംസീർ MLA അധ്യക്ഷത വഹിച്ചു. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ M ജഗദീഷ്, എരഞ്ഞോളി പഞ്ചായത്ത് പ്രസിഡന്റ് AK രമ്യ, EG വിശ്വപ്രകാശ് തുടങ്ങിയവർ പങ്കെടുത്തു. RSS നേതാവും പ്രഭാഷകനുമായിരുന്ന അശ്വിനി കുമാറിന്റെ 15ാം ബലിദാന ദിനാചരണം പുന്നാട് നടന്നു. സ്മൃതി മണ്ഡപത്തിൽ നടന്ന പുഷ്പാർച്ചനയ്ക്ക് RSS നേതാക്കളായ വത്സൻ തില്ലങ്കേരി, CP രാമചന്ദ്രൻ, A പത്മനാഭൻ, BJP ജില്ലാ പ്രസിഡന്റ് N ഹരിദാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. തുടർന്ന് നടന്ന അനുസ്മരണ സംഘിക്കിൽ RSS പ്രാന്തീയ സഹ ബൗദ്ധിക പ്രമുഖ K ഗോവിന്ദൻകുട്ടി അനുസ്മരണ പ്രഭാഷണം നടത്തി. ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.